അല്ല ഇന്ന് പണ്ഡിതൻ ജിന്നിനോട് തേടുന്ന ഒരു ക്ലിപ്പിംഗ് ഇടുന്ന എന്നിട്ട് ഇട്ടതേതറിയോ? ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അനസിന്റെ ബാക്കി വിശദീകരണങ്ങൾക്ക് നിങ്ങളൊരു കാര്യം അറിയാ. അയാള് പ്രസംഗിക്കുന്ന പരലോകല്ലേ, അയാളുടെ നാവുന്ന് തൊണ്ടേ പുലി എത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങൾ. അതായത് നാവുന്ന് തൊണ്ടയിലേക്ക് മത്സരയെ കുറിച്ചുള്ള ഒരു നിമിഷത്തിലെ ബോധം അയാൾക്ക് വന്നിട്ടില്ല എന്നുള്ളതിന് അയാളുടെ ജീവിതം സാക്ഷിയാണ്, അയാളുടെ പ്രബോധനം സാക്ഷിയാണ്, അയാളുടെ പ്രസംഗം സാക്ഷിയാണ്. ഇതെല്ലാരും മനസ്സിലായിക്കൂടി. ഇനി അയാൾ പറയുന്ന നിങ്ങൾ കേട്ടോടി. ചോദ്യം എന്തായിരുന്നു? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്ന ഒരാളെ ഹാജരാക്കാവോ? അതാ ചോദ്യം. അതിനാ മറുപടി കേട്ടോളി. വിളിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ആരാ വിളിക്കുന്നത് എന്നാ ചില ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിളിച്ച ശിർക്കാവൂലേ? ശിർക്കാവൂലേ? വിളിക്കുന്നത് ആരാണ്? ഇനി അങ്ങനെ ഒരാളും വിളിക്കുന്നില്ല എന്നൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി വളരെ വ്യക്തമായി തന്നെ കേൾപ്പിച്ചു തരാം. മുസ്ലിം ജിന്നിനെ തന്നെ വിളിക്കുന്നവർ എവിടെ? ഇതുപോലെ വെള്ളത്തിൽ പോകുമ്പോ, കടലിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ജോലി കിട്ടുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഹാർബറുണ്ട്. ഹാർബറിൽ സ്ഥിരമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ ഈ ജിന്നിന്റെ സഹായത്താൽ ജോലിയും ഇതൊക്കെ കിട്ടുന്നുണ്ട്. അവര് നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നു. അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് പറയും. അപ്പൊ അവർക്ക് അത് ചിലപ്പോ ഗുണമുണ്ടായിരിക്കാം. എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ഇപ്പൊ കുറച്ച് നാൾ 2 വർഷത്തോളം പണിയില്ലാണ്ട് നടന്നിരുന്നാണ്. അപ്പൊ യൂണിയനില് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇവിടെ ഹാർബറിലെ യൂണിയനില് അപ്പൊ ഞാൻ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലൊക്കെ കിട്ടി. കടലിന്റെ കനിവ് തേടി പോകുന്നവരുടെ ആശ്രയവും ഈ ജിന്ന് തന്നെ. ഏത് കടൽക്കോളിൽ നിന്നും തങ്ങളെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്ന ശക്തിയാണിതെന്നും മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കുന്നു. ഞാൻ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കും, ഫിഷിംഗ് ബോട്ടിൽ പോണ ആളാണ്. അപ്പോൾ ഒരു മാസം മുന്നേ അഴിമുഖത്ത് ബോട്ട് വട്ടണം വീഴാന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബോട്ട് വട്ടണം വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടണം വീണ് കഴിഞ്ഞാൽ തടി കിട്ടാൻ വലിയ കഷ്ടമാണ്. അപ്പൊ എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ദൈവങ്ങളില്ല. അപ്പൊ ഞാൻ ജന്നേന്ന് വിളിച്ചു. അപ്പൊ ഇപ്പൊ എല്ലാവരും ദൈവങ്ങളെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ദൈവങ്ങളില്ല. അപ്പൊ ഞാൻ ജന്നേന്ന് വിളിച്ചു. അപ്പൊ ജന്ന് വന്നവന്റെ പേരാണോ നിൽക്കാറില്ല, പക്ഷെ ഞാൻ വിളിച്ച ജിന്നിനെയാണ്. ബോട്ട് നേരെ കാറ്റും കോളിലൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ കടല് കൂടുതലുള്ള ടൈമിലൊക്കെ വളരെയധികം കഷ്ടപ്പെടാറൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ജിന്നിനെ ഞങ്ങൾ വിളിക്കാറുണ്ട്, സഹായിക്കാറുണ്ട്. ഉണ്ടോ ഈ ഗോപിച്ചേട്ടൻ? ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ടല്ലേ ഇവനൊരു പണ്ഡിതനായിട്ട് KNM-കാരോട് ഞാനൊരു കാര്യം പറയണം. TP ഒക്കെ ഇപ്പം നയിക്കുന്ന KNM-ൽ ഇവന്റെ ഒക്കെ പ്രസംഗങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇവൻ മതനിഷേധിയും അള്ളാഹുവിനെ പേടിക്കാത്തവനും ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ്. ഇവൻ കപടനാണ്. ഇവൻ ചെയ്യുന്ന അക്രമം കണ്ടോ? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്ന് വായിച്ചവൻ പറയൂ, അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണോ മുജാഹിദുകളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ, കച്ചിത്തം മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിലിരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കയ്യിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, ഇത് പല സദസ്സിലും കാണിക്കാൻ മുജാഹിദുകളുടെ മനസ്സ് വേദനിച്ചു. അനസേ, നിന്നേക്കാൾ കൂടുതൽ തൗഹീദ് പറഞ്ഞവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെ കുറിച്ച് അനസേ ആളുകൾക്കിടയിൽ നീ തെറ്റിദ്ധരിപ്പിച്ചത്. വരും അനസേ, ആ പരലോകത്ത് നീ വരും അനസേ. ഇന്നഹാ തർമീ ബിശർരിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ. നാളെ ഇത് നീ കേട്ടാൽ, നിനക്കിത് കേൾക്കാൻ കഴിഞ്ഞാൽ, എന്റെ ഈ കേസറ്റ് പുറത്തിറങ്ങിയാൽ നീ കേൾക്ക്. ഒറ്റക്കൊരു മൂലയിരുന്ന് പൊട്ടിക്കര. ആഖിറമുണ്ട്, റസൂലാ പറഞ്ഞത്, അബ്ദുറഹ്മാൻ സലഫിയല്ല. അതുകൊണ്ട് ഈ അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, പേടിക്കണം. എന്തറിയോ? നാളെ ഓല ടീം ഇപ്പൊ ഒരാളെ കുറിച്ച് സാമ്പത്തിക ആരോപണം ഉന്നയിച്ചാൽ അനസ് ക്ലിപ്പിംഗ് ഇടാറായിരിക്കല്ലോ. സാമ്പത്തിക ആരോപണം വേറൊരു അറസ്റ്റ് ചെയ്ത ഒരു ജോർജിനെ എന്നിട്ടായി കാണിച്ചിട്ട് എനിക്ക് അനസിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ മനുഷ്യൻ തന്നെയാണോ ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ?
എനിക്ക് ചിന്തിക്കാൻ, ആഖിറവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ പടച്ചറപ്പേ, ഇവനൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ഇനി എന്തിന് സുനാമി, ഇനി എന്തിന് ഭൂകമ്പം, ഇനി എന്തിനൊരു കോളിളക്കം, ഇനി എന്തിനൊരു ബോംബ് സ്ഫോടനം നാഥ. ഇവനൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം, കേരള ജനതക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം. സഹിക്കാൻ കഴിയാത്തല്ലേ നിങ്ങള്? നോക്കി, ഒരു അയൽവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ആ പെണ്ണ് വ്യഭിചരിച്ചു എന്നിട്ട് ഓൻ കാണിക്കുന്ന ലണ്ടനിൽ നടന്നൊരു വ്യഭിചാരം. ഓനെ വിടാവോ? ഓനെ വിടാവോ? നിങ്ങൾ ചിന്തിക്കുക, ഓനെ വിടാവോ? ഓനെ കൈകാര്യം ചെയ്യണ്ടേ ശരിക്കും ന്യായമുള്ളവർ? പടച്ചോനെ, ഇവനൊക്കെ എന്തൊരു ജന്മമാണ് റബ്ബേ. പിന്നെ ചില മനുഷ്യരെ ചിലർക്ക് പരീക്ഷണാക്കും നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക.